ഇതിനകത്തോട്ട് വെച്ചേക്കാം. എന്തുവാ രാവിലത്തെ പരിപാടി? ഇത് കണ്ടോ, ശംഖുപുഷ്പമുണ്ട്. ഞാൻ വെറുതെ കാണുന്നതൊക്കെ എടുത്തിട്ടെന്നേ ഉള്ളൂ. കാന്താരിയുണ്ട്. ഇനി അതിൽ നിന്നൊരു പൂവെടുത്തു. ഇനി ഒരു മഞ്ഞ പൂവ്. അത് മഞ്ഞപ്പൂ എന്തോത്തിന്റെ പൂവാ? ആ മിറ്റത്ത് നിന്ന് എന്തോന്റെ ഒരു പൂവാ. ഇത് കണ്ടോ, ഇത് തെറ്റിപ്പൂ. ഇതെല്ലാം കൂടെ ഞാൻ ഈ മുട്ടത്തോടിനകത്തോട്ട് ഇടുക. അതിനകത്ത് മുട്ടയുടെ വെള്ളം മാറ്റി മഞ്ഞ കിടപ്പുണ്ട്. ഞാനിത് ജസ്റ്റ് ഒരു പരീക്ഷണമാണ്. ഇത് ശരിയാവുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. നമുക്ക് നോക്കാം. ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇവർ തന്നെ ഫ്രീസറിനകത്ത് കയറ്റി വെച്ച് ഐസാക്കിയിട്ട് എടുക്കുന്നത് അല്ലേ? അതാ പറഞ്ഞത്, നോക്കാം. ഇത് അത് സംഗതിയൊക്കെ വിജയിക്കും. പക്ഷെ നല്ലപോലെ ഫ്രീസ് ചെയ്യണം. അതായി കിട്ടോ? വെച്ച് നോക്കട്ടെ. ഇനിയിപ്പോൾ അല്ല, അതിനകത്ത് വെള്ളം ഒഴിക്കട്ടെ. വെള്ളമുണ്ട്. വെള്ളമുണ്ടോ ഫ്രീസറിനകത്തോ? ഇന്ത്യ ഫ്രീസറിൽ വെക്കോ? ഫ്രീസറിനകത്ത് ഇത് എന്തുവാ? ഇത് അന്റാർട്ടിക് പോലെ ഇത് വരുന്നത്. കൂട്ടിയിട്ടേക്കുവാ. ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ. എന്തുവായി? ചായ വല്ല റെഡി ആയിട്ടോ? ആയി. എടുക്ക. ഓക്കെ, സിനിമയ്ക്ക് പോട്ടെ. അപ്പോൾ നേരത്തെ പോകണം കേട്ടോ. അവിടെ റോഡ് ഭയങ്കര ബ്ലോക്കായിരിക്കും. ഇന്നലെയൊക്കെ എന്തോ ബ്ലോക്കായിരുന്നറിയോ? ആണോ? പിന്നെ നമ്മൾ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ ഇന്നൊരു സിനിമയ്ക്ക് പോവാണ്. ഹൃദയപൂർവ്വം, മോഹൻലാലിൻ്റെ. അത് നല്ല തിരക്കാണ്. നമുക്ക് ബാ, ചായ എടുക്കുക. എന്തെങ്കിലും അതിൻ്റെ ഉള്ള കഴിക്കാൻ എന്തെങ്കിലും അവിടെ തൊണ്ട് എളുപ്പം കൊണ്ടുപോകും. കഴിക്കാൻ വേണ്ട റസ്ക് ഉണ്ടല്ലോ, റസ്ക്. അപ്പം നമുക്കിന്ന് റസ്കും ചായയുവാ. വൈകിട്ട് കഴിഞ്ഞിട്ട് വേണം സിനിമയ്ക്ക് പോകാൻ. ചായ കൂടി കഴിഞ്ഞിട്ടേ ഓണം ആയതുകൊണ്ട് ഇപ്പം ഭയങ്കര തിരക്കാണ്. ഇന്നലെ വൈകിട്ടൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അല്ലെ പിന്നെ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല. മാത്രമല്ല ഭയങ്കര ഫുള്ളാട്ടി. നല്ല ടേസ്റ്റാണ് കേട്ടോ ചായ മുക്കി ഈ റസ്കേ. ഞങ്ങൾ മിക്കവാറും റസ്ക്കാണ് കഴിക്കുന്നത്. പല ആൾക്കാരൊക്കെ സുഖമില്ലാതെ ആശുപത്രിയിലൊക്കെ കിടക്കുമ്പോഴേ ബന്ധുക്കളൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാന സാധനമായിരുന്നു റസ്ക്കായിരുന്നു. രോഗികൾക്കൊന്നും ഏറ്റവും കൂടുതൽ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത് റസ്ക്കും പിന്നെ ബ്രെഡ്, ബണ്ണ്, ഇതൊക്കെയല്ലേ. രാവിലെ ഒരു മാജിക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഫ്രിഡ്ജ് വെച്ചില്ലായിരുന്നു? ശരിയാണ്, മറന്നുപോയി. അതിങ്ങ് എടുത്തേ നോക്കട്ടെ, എന്തോ അതിൻ്റെ പരിപാടി എന്തോ ആയിരുന്നു. ദൈവത്തിനറിയാതെ ശരിയായോന്ന്. ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയതാണേ. ഇതെങ്ങനെയാ പൊട്ടിക്കുന്നത്? എങ്ങനെ ചുമ്മാ തട്ടിപ്പൊട്ടിക്കാന്നോ? അത് അങ്ങനെ തട്ടിപ്പൊട്ടിക്കുമ്പോൾ ഐസ് പൊട്ടല്ലേ കേട്ടോ. അങ്ങനെ ഇളകി വരുമോ? നോക്കിക്കേ, ഇളകിയോ? ഇളകി വരുന്നു. ഇളകിയല്ലോ, അടിപൊളിയായല്ലോ. നോട്ടെ. അത് ശരി. അതൊന്ന് കഴിയേ, എൻ്റെ പുറമൊന്ന് കഴിയെ നോക്കി. എങ്ങനെ ഉണ്ടെന്ന് കഴിയട്ടെ, അതിനകത്തോട്ട് വെക്കാമേ. ഒരു മിനിറ്റ് നോക്കട്ടെ. നമ്മുടെ മുട്ട മാജിക്കുണ്ടോ? അതിൻ്റെ എല്ലാ സൈഡും ഒന്ന് കാണിച്ചേ. അത് ശരി, അടിപൊളി. ആ തോട് ഇളകിയ ശരിയായില്ല അല്ലേ? ഞങ്ങളെ നമ്മുടെ ഹൃദയപൂർവ്വം എന്ന മോഹൻലാൽ ചിത്രത്തിന് വേണ്ടി പോകാൻ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് പോയി കണ്ടിട്ട് വന്നിട്ട് പറയാം സിനിമയുടെ റിവ്യൂ എങ്ങനെ ഉണ്ടെന്നുള്ളത്. പോയിട്ട് വരട്ടെ. ഓണത്തിൻ്റെ ട്രാഫിക്കാണ് പിടിച്ചത്, ഭയങ്കര ട്രാഫിക്കാണ്. ഇത് നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇപ്പം ചങ്ങനാശ്ശേരി ടൗണിലോട്ട് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ 1 മണിക്കൂർ മുമ്പേ നമ്മൾ ഇറങ്ങണം, ഇല്ലെങ്കിൽ ഭയങ്കര ട്രാഫിക്കാണ്. അതുപോലെ തന്നെ എല്ലായിടത്തും ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ഇത്രയും വലിയ ബൈപ്പാസ് ഉണ്ടായിട്ട് പോലും ഇത്രയും ട്രാഫിക്കാണ്. ഞങ്ങൾ തിയേറ്ററിലെത്തി കേട്ടോ. തിയേറ്ററിൻ്റെ അടുത്ത് എത്താറായി. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. നല്ല തിരക്കാണ്. വണ്ടിയെല്ലാം ഇവിടെ ബ്ലോക്കായി നിൽക്കുകയാണ്.
ഒരു ഗേറ്റ് തുറന്നോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. ഗേറ്റ് തുറന്നാൽ അങ്ങ് അകത്ത് കയറ്റാൻ കഴിയുന്നില്ല. ഇല്ല, ഗേറ്റ് തുറന്നില്ല. ഗേറ്റ് തുറന്നിട്ടില്ല. പപ്പാണി പവാളുന്നു. ചങ്ങനാശ്ശേരി അനു അഭിനയം. ഗേറ്റ് അകത്തോട്ടാണോ പുറത്തോട്ടാണോ അത് തുറക്കുന്നതെന്ന് അറിയത്തില്ല. അനുവിലെയും അഭിനയയിലെയും രണ്ടും സൂപ്പർ പടങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാർക്കിംഗ് തന്നെ ഭയങ്കര പ്രയാസമായിരുന്നു. പാർക്കിംഗ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇതുപോലെ പാർക്കിംഗ് ഇല്ലാത്ത തിയേറ്ററിന് മുൻവശത്ത് വരെ വണ്ടിയെല്ലാം കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരിക്കുക. റോഡിലൊന്നും വണ്ടി പാർക്ക് ചെയ്യാൻ പോലീസുകാർ സമ്മതിക്കുന്നില്ല, കാരണം അത്രമാത്രം തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗേറ്റ് തുറന്നു തന്നു. വണ്ടി അവിടെ നിന്ന് പാർക്ക് ചെയ്ത് റോഡ് ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗേറ്റ് തുറന്നു തന്നു. ഞങ്ങൾ വണ്ടി അകത്ത് കയറ്റി. അപ്പോൾ ഞങ്ങൾ തിയേറ്ററിനകത്ത് കയറി. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കണ്ടതിന് ശേഷം പറയും. ഞങ്ങൾ സിനിമ കണ്ട് ഇറങ്ങിയിരിക്കുകയാണേ. നല്ല അടിപൊളി സിനിമ കേട്ടോ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് സത്യാനന്ദക്കാടിൻ്റെ മോഹൻലാലിൻ്റെ ഇങ്ങനെ ഒരു ടീം സിനിമ നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായ സിനിമയാണ്. അത് നിങ്ങളെല്ലാവരും പോയി കാണണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.